ഹലോ ഫ്രണ്ട്സ്, വിഷ്ണു ശാലിനി ലേറ്റസ്റ്റ് റിവ്യൂ. ആ അമ്മയും മകനും കൂടെ വരുമ്പോൾ പെട്ടെന്ന് ആ അമ്മ വീഴാനൊരുങ്ങുവാണ്. കൂടെ വന്ന മകൻ കയ്യിലിരുന്ന പൊതി വിഷ്ണുവിൻ്റെ കയ്യിലോട്ട് കൊടുത്തിട്ട് ഇതൊന്ന് പിടിച്ചോണേ എന്ന് പറഞ്ഞിട്ടങ്ങ് അകത്തോട്ട് അമ്മയും കൊണ്ട് പോവുകയാണ്. വിഷ്ണു ആ പൊതിയും പിടിച്ചോണ്ട് ഇങ്ങനെ നോക്കി നിൽക്കുവാണ്. എന്ത് ചെയ്യണം, അവരെയൊട്ട് കാണുന്നതുമില്ല. ഈ സമയം കമലൻ ഫോൺ ചെയ്ത് വിളിക്കുന്നുണ്ട് വിഷ്ണുവിനെ. ആശാനെ, ഡ്യൂട്ടി കഴിഞ്ഞോ? ഡ്യൂട്ടി ഒന്നും കഴിഞ്ഞിട്ടില്ലടാ, ഡ്യൂട്ടി കഴിയുമ്പോൾ നിന്നെ ഞാൻ അങ്ങോട്ട് വിളിച്ചോളാം എന്നും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ആ കയ്യിലിരിക്കുന്ന പൊതിയും കൊണ്ട് വിഷ്ണു ഇങ്ങനെ അമ്മയും മകനെയൊക്കെ നോക്കുന്നുണ്ട്. പക്ഷെ അവിടെ ഒന്നും കാണാത്തതുകൊണ്ട് ഇതിനിപ്പോൾ എങ്ങനെയാണ് കൊടുക്കുന്നത്, ഇത് കൈവച്ചോണ്ടിരിക്കാനും പറ്റില്ലല്ലോ എന്നും പറഞ്ഞ് വിഷ്ണു കാറ് തുറന്ന് കാറിൻ്റെ സീറ്റിലെ സൈഡിലുള്ള ബാഗിലോട്ട് അങ്ങ് വെക്കുവാണ്. എന്നിട്ട് വിഷ്ണു സാധാരണ പോലെ കാറ് തുടക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുവാണ്. ഇതൊക്കെ ADM ജോൺ അവിടെ വന്നിട്ട് കാണുന്നുണ്ട്. എന്നിട്ട് നല്ല സന്തോഷത്തോടെ പണി പറ്റിച്ചടാ എന്നുള്ള ഭാവത്തിൽ ജോൺ അകത്തോട്ട് കയറി പോവുകയാണ്. എന്നിട്ട് വിജിലൻസുകാരെ ഫോൺ ചെയ്ത് വിളിക്കുവാണ് ADM ജോൺ. ഞാൻ പറഞ്ഞ പോലെ തന്നെ കാര്യങ്ങളൊക്കെ ഇവിടെ മുറയ്ക്ക് നടക്കുന്നുണ്ട്. കളക്ടർ മാഡം ഭർത്താവിനെ തന്നെയാണ് ഡ്രൈവറായിട്ട് നിർത്തിയിരിക്കുന്നത്. രണ്ടുപേരും ചേർന്ന് ജനങ്ങളെ കൊള്ളയടിച്ച് മാക്സിമം സമ്പാദിക്കുവാണ്. ഇപ്പം സാറ് വന്നാൽ കയ്യോടെ പിടിക്കുക, എന്താ വരുമല്ലയോ എന്നൊക്കെ ഇങ്ങനെ ജോൺ ചോദിക്കുവാണ്. ഞങ്ങളിതാ പുറപ്പെട്ട് കഴിഞ്ഞു എന്ന് അവരും പറയുന്നുണ്ട്. ജോൺ ഇങ്ങനെ മനസ്സിൽ ശാലിനിയെക്കുറിച്ച് പറയുക, നീ എത്രയൊക്കെ കയറി വന്നാലും നീ ഒരു പെണ്ണാടി, വെറും ഒരു പെണ്ണ്, ഒരാണ് ചവിട്ടിയരച്ച് വെറും ചമ്മന്തി പരുവാക്കാൻ പറ്റുന്ന പെണ്ണ്. അങ്ങനെ വിഷ്ണുവിന് ശാലിനിക്ക് ശരിക്ക് പണി കൊടുത്തെന്നുള്ള സന്തോഷത്തിൽ ADM ജോൺ അങ്ങനെ നിൽക്കുവാണ്. അപ്പോൾ തന്നെ അവിടെ വിജിലൻസിൻ്റെ വണ്ടി അങ്ങോട്ട് വരുന്നുണ്ട്. എന്നിട്ട് ആ ഓഫീസർ ചോദിക്കുന്നു, ഇത് കളക്ടർ ഡ്രൈവർ അല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ഞങ്ങൾ വിജിലൻസ് ബ്യൂറോയിൽ നിന്ന് വരുവാണ്, ഞങ്ങൾക്ക് ഈ വണ്ടി ഒന്ന് പരിശോധിക്കണം എന്നിങ്ങനെ അവർ വിഷ്ണുവിനോട് പറയുന്നുണ്ട്. അതിനെന്താ സാറേ, വണ്ടിയൊക്കെ പരിശോധിച്ച്, പക്ഷേ മേഡത്തിൻ്റെ അനുമതി വേണമല്ലോ. അതിൻ്റെ ആവശ്യമൊന്നുമില്ല, ഞങ്ങൾക്ക് ബലം പ്രയോഗിച്ച് മാറ്റേണ്ടതായിട്ട് വരും, മാറി നിൽക്ക് എന്നിങ്ങനെ പറയുവാണ്. എന്നാലും സാറേ, മേഡത്തിൻ്റെ അനുമതി വേണമല്ലോ എന്നിങ്ങനെ പറഞ്ഞതേ ഉള്ളൂ എന്ന് പറയുമ്പോൾ അതൊരു ഓഫീസർ അയാളെ പിടിച്ച് മാറ്റണോ എന്ന് പറഞ്ഞ് വിഷ്ണുവിനെ പിടിച്ച് മാറ്റുന്നുണ്ട്. ഇതൊക്കെ കണ്ട് ADM ജോൺ വലിയ സന്തോഷത്തിൽ നിൽക്കുവാണ്. കൂടെ അവിടെയുള്ള സ്റ്റാഫുകളും ഒക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. വിഷ്ണു ഇങ്ങനെ ബലം പിടിച്ചുകൊണ്ട് അവിടെ നിൽക്കുവാണ്. എന്താ അവിടെ ഒരു ബഹളം എന്നും പറഞ്ഞ് ശാലിനി അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോഴാ ഓഫീസർ പറയുന്നുണ്ട്, കളക്ടർ ഭർത്താവിനെ ഡ്രൈവറായിട്ട് വെച്ച് പണം പിരിക്കുന്നുണ്ട് എന്നൊരു ഇൻഫർമേഷൻ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അത് പരിശോധിക്കാൻ വേണ്ടി ഞങ്ങൾ വന്നതാണ്. അതുകൊണ്ട് മേഡം ഞങ്ങൾക്ക് ഈ വണ്ടി പരിശോധിക്കണം എന്ന് പറയുന്നു. വിഷ്ണുവാണെ ആകെ ഇങ്ങനെ വെപ്രാളം പിടിച്ച് നിൽക്കുക. ശാലിനിയാണെ വിഷ്ണുവിനെ തന്നെ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കുക. അയ്യോ, ഈ വിഷ്ണുവേട്ടൻ എന്തെങ്കിലും പണി കാണിച്ചോ, എന്താ ഇതൊക്കെ എന്നിങ്ങനെ ഓർത്തുകൊണ്ട് ശാലിനി നിൽക്കുവാണ്. നിങ്ങൾക്ക് വണ്ടി പരിശോധിക്കാം, എൻ്റെ ജീവിതം സുതാര്യമാണ്, അങ്ങനെ ജനങ്ങളുടെ പണം കൊള്ളയടിച്ച് ജീവിക്കുന്നവരുടെ ലിസ്റ്റിലോട്ട് ശാലിനി വിഷ്ണുവിനെ ഉൾപ്പെടുത്തേണ്ട കാര്യമില്ല. ഇനി എന്തെങ്കിലും അഥവാ അതിൽ നിന്ന് കിട്ടുവാണെങ്കിൽ നിയമ നടപടികൾ സ്വീകരിക്കാനും ഞാൻ തയ്യാറാണ്. ശാലിനി അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവരിനി പരിശോധിക്കാമെന്ന് പറഞ്ഞ് അവരിങ്ങനെ ഡോറെല്ലാം തുറക്കുന്നുണ്ട്. അപ്പോഴാ സമയത്ത് ആ അമ്മയും മകനും വിഷ്ണുവിൻ്റെ കയ്യിൽ പൊതി കൊടുത്തിട്ട് പോയ അമ്മയും മകനും കൂടെ മറു സൈഡിൽ കൂടെ ഇറങ്ങി അതുവഴി വരുന്നുണ്ട്. അപ്പോൾ ADM ജോണിനെ നോക്കി കണ്ണുകൊന്ന് കാണിക്കുന്നുണ്ട്. പറഞ്ഞ പോലെല്ലാം സാധിച്ചിട്ടുണ്ട് എന്നുള്ള ഭാവത്തിലായിരുന്നു ആ പെരുമാറ്റം. കോട്ടയെന്നിങ്ങനെ തലയാട്ടി ചോദിക്കുമ്പോൾ ജോണും തലയാട്ടി സമ്മതിക്കുന്നുണ്ട്. ഇതൊക്കെ വിഷ്ണു കാണുന്നുണ്ട്, പക്ഷേ വിഷ്ണു ഒന്നും ചോദിക്കുന്നില്ല. അങ്ങനെ വിഷ്ണുവിൻ്റെ കാറിൽ വെച്ചിരുന്ന ആ പൊതി എന്താണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ആ ഓഫീസേഴ്സ് നോക്കുമ്പോൾ അതിലൊരു കവർ ഇരിപ്പുണ്ട്. അവർ ആ കവർ അങ്ങോട്ട് എടുക്കുവാണ്. ശാലിനിയും മറ്റുള്ളവരും അങ്ങ് ഞെട്ടി നിൽക്കുവാണ്. എന്താണ് ആ കവറിൽ, അതറിയാനുള്ള ആകാംക്ഷയോടെ എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുവാണ്. വിഷ്ണുവാണെ ആകെ ഒരു വെപ്രാളത്തിലും പതർച്ചയും നിൽക്കുവാണ്. ഇതെന്താ എന്ന് ചോദിക്കുമ്പോൾ അത് എന്ന് മാത്രമേ വിഷ്ണു പറയുന്നുള്ളൂ. വിഷ്ണുവേട്ടൻ എന്താ ഇങ്ങനെ പതറി നിൽക്കുന്നത്, ഒന്നും പറഞ്ഞില്ലല്ലോ എന്നിങ്ങനെ വിഷമിച്ച് നിൽക്കുവാണ് ശാലിനി. വിഷ്ണുവിനെ തന്നെ നോക്കി നിൽക്കുവാണ്. അപ്പോഴാ ഓഫീസർ പറയുന്നു, മേഡത്തിൻ്റെ ജീവിതം സുതാര്യമാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ വിളിച്ചു പറയാൻ എളുപ്പമാണ്. എന്നിട്ട് മേഡത്തിൻ്റെ കാറിൽ നിന്ന് കിട്ടിയ കവർ എന്താണെന്ന് പറയാൻ മേഡത്തിന് സാധിക്കുന്നില്ലേ? ശാലിനി ആകെ ടെൻഷനിൽ നിൽക്കുക. എന്തുവാ വിഷ്ണുവേട്ടാ എങ്ങനെ ശാലിനി ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് എന്ന് മാത്രമേ വിഷ്ണു എപ്പോഴും പറയുന്നുള്ളൂ. ജോൺ എബ്രഹാമാണെ ഇങ്ങനെ ആകെ സന്തോഷിച്ച് നിൽക്കുക. ഇപ്പം ഭാര്യയും ഭർത്താവിനെയും പൂട്ടും, ആകെ നാറ്റിക്കുക എന്നുള്ള സന്തോഷത്തിൽ നിൽക്കുക. അപ്പോൾ ഓഫീസേഴ്സ് പറയുന്നത്, മേഡത്തിന് അറിയാൻ പറ്റില്ലെങ്കിൽ ഞങ്ങൾ തന്നെ പറയാം എന്നും പറഞ്ഞ് അവരെ കവർ അഴിക്കുവാണ്. ADM ജോണും മറ്റുള്ളവരും എല്ലാം ഇങ്ങനെ വളരെ ആകാംക്ഷയോടെ നിൽക്കുവാണ് ആ കവറിനകത്ത് എന്താണെന്ന് കാണാൻ. പക്ഷേ ആ കവർ അഴിച്ചപ്പോൾ അതിൽ നിന്ന് കിട്ടുന്നത് ഒരു തൈലവും കുപ്പിയുമാണ്. ജോണും വിജിലൻസ് ഓഫീസേഴ്സും എല്ലാം ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുവാണ്. അവർക്കും ആകെ നാണക്കേടെ. വിഷ്ണുവിനാണ് ചിരി വന്നിട്ട് വയ്യ, പക്ഷേ വിഷ്ണു ചിരി അടക്കി ഇങ്ങനെ നിൽക്കുവാണ്. ആ ഓഫീസേഴ്സ് അന്നേ ജോണിനെ നോക്കി ഇങ്ങനെ കണ്ണുകൊണ്ട് കാണിക്കുന്നുണ്ട് എന്തായിരുന്നു, ഒന്നും അറിയില്ലെന്നുള്ള ഭാവത്തിൽ ജോണും നിൽക്കുവാണ്. ജോണാണെ ആകെ അന്തം വിട്ട് കിളി പോയ പോലെ നിൽക്കുക. കാരണം ആ കാറിൽ വെച്ചിരുന്ന പൈസയായിരുന്നു, അതെവിടെ പോയെന്നുള്ള ഒരു ചിന്തയിലാണ് അവനിങ്ങനെ നിൽക്കുന്നത്. പെട്ടെന്ന് വിഷ്ണു ചിരിച്ചുകൊണ്ട് ആ ഓഫീസേഴ്സിനോട് പറയുക, സാറേ
എൻ്റെ അച്ഛൻ്റെ മുട്ടുവേദനയാണ്, അച്ഛന് കൊടുക്കാൻ മേടിച്ച് വെച്ച തൈലമാണ്, കൊടുക്കാൻ ഞാനങ്ങ് മറന്നുപോയി. എന്തായാലും താങ്ക്സ് ഉണ്ട് സാറേ എന്നെ ഇത് ഓർമ്മിപ്പിച്ചതിന്. എന്തായാലും ഈ തൈലം ഇന്ന് തന്നെ കൊണ്ട് കൊടുക്കണം, എന്തായാലും അച്ഛൻ്റെ കയ്യിൽ നിന്ന് വഴക്കുറപ്പാ എന്നൊക്കെ വിഷ്ണു ഒരുമാതിരി ചിരിച്ച് പറയുന്നുണ്ട്. അപ്പോഴും ശാലിനിക്ക് സംഭവം ഒന്നും മനസ്സിലായിട്ടില്ല. പക്ഷേ വിഷ്ണുവേട്ടൻ എന്തൊക്കെയോ ഇവിടെ നടത്തുന്നുണ്ടെന്ന് ശാലിനിക്ക് മനസ്സിലായി. ആ വന്ന വിജിലൻസ് ഓഫീസേഴ്സ് വന്നിട്ട് സോറി മാഡം, ഞങ്ങൾക്ക് കിട്ടിയ തെറ്റായ ഇൻഫർമേഷൻ ആയിരുന്നു എന്നൊക്കെ ശാലിനിയോട് പറയുവാണ്. അപ്പോൾ നമ്മുടെ വിഷ്ണു ചിരിച്ചോണ്ട് പറയുക, സാറേ ഇൻഫർമേഷനൊക്കെ കറക്റ്റായിരുന്നു, പക്ഷെ ആൾ മാറിപ്പോയതാണ്. ഇവിടെ കൈക്കൂലി വാങ്ങിക്കുന്ന ഒരേ ഒരു സാർ കൊണ്ട് ആ സാറാണ് ADM സാർ എന്നും പറഞ്ഞ് ADM ജോണിനെ ഇങ്ങനെ കൈനീട്ടി കാണിക്കുന്നുണ്ട് വിഷ്ണു. ഞാൻ വേണമെങ്കിൽ തെളിവ് തരാം സാറേ, സാറിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ശരി തെളിവുതാ, അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ അറസ്റ്റ് ചെയ്തിരിക്കും, ഷുവർ എന്നിങ്ങനെ വിഷ്ണു പറയും. എങ്കിൽ സാർ എന്നോടൊപ്പം തെളിവ് തരാം സാറേ. ജോൺ എബ്രഹാമിന് ദേഷ്യം വന്നിട്ട് വയ്യ, നീ എന്തോടെ അനാവശ്യം പറയുന്നോ എന്നൊക്കെ വിഷ്ണുവിനോട് പറയുന്നുണ്ട്. സാർ അടങ്ങ് സാറേ, തെളിവല്ലേ വേണ്ടത്, തെളിവ് കാണിച്ചു കൊടുക്കട്ടെ എന്നും പറഞ്ഞ് വിഷ്ണു ആ ഓഫീസേഴ്സിനെയും കൊണ്ട് ജോൺ എബ്രഹാമിൻ്റെ ക്യാബിനിലോട്ട് പോവുകയാണ്. ശാലിനിയും ജോൺ എബ്രഹാമും എല്ലാം കൂടെ പോകുന്നുണ്ട്. പെട്ടെന്ന് വിഷ്ണു ആ ക്യാബിനിലോട്ട് ചെന്നിട്ട് ആ സാറന്മാരെ കാണിക്കുന്നത്, സാറേ ഈ വേസ്റ്റ് ബോക്സ് കണ്ടോ, ഇത് വേസ്റ്റ് ഇടാൻ മാത്രമുള്ളതല്ല സാറേ, നമ്മുടെ ADM സാറേ നല്ല ഒന്നാന്തരം കുടുംബത്തിൽ പിറന്നതാണ്, കൈക്കൂലിയാണെ കൈകൊണ്ട് വാങ്ങിക്കത്തതേ ഇല്ല. വേണ്ട ഈ വേസ്റ്റ് ബോക്സ് കണ്ടില്ലേ, ഇത് കൈക്കൂലി വാങ്ങിക്കാനുള്ള ബോക്സാണ്, സാറിനത് നോക്കിയാൽ കാണാം സാറേ, സാറിന് നോക്കാൻ വയ്യെങ്കിൽ വേറെ ആരെങ്കിലും കൊണ്ട് നോക്കിയിര്. അപ്പോൾ ആ ഓഫീസർ കൂടെ വന്ന ആളിനോട് പറയുന്നു, അതൊന്ന് നോക്കടോ. അപ്പോൾ വിഷ്ണുവിൻ്റെ കാറിൽ വെച്ചിന് അതേ പൊതി തന്നെയാണ് അവിടെ കിട്ടുന്നത്. അവർ ആ പൊതി അഴിച്ച് നോക്കും, കുറേ നോട്ട് കെട്ടുകളാണ് അതിലിരിക്കുന്നത്. ജോൺ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനൊരു ചതി. അവനാകെ അന്തം വിട്ടിങ്ങനെ നിൽക്കുക. വിഷ്ണു പറയാം, സാറിന് വേണ്ട തെളിവല്ലേ, കാരണം ഞാൻ തെളിവ് തന്നല്ലോ, ഇനി സാറിന് എന്താ വേണ്ടെന്ന് വെച്ചാൽ ചെയ്യാമെങ്കിൽ ചെയ്തോ. ADM അവിടെ കിടന്ന് തുള്ളുക, ഇവൻ ചതിച്ചതാ, ഈ പൈസ എൻ്റെതല്ല എന്നൊക്കെ പറയുവാണ് അവിടെ കിടന്ന്. പിന്നെ ഇത് ആരുടെ പൈസയാ, ഞാനിതെങ്ങനെ സാറിനെ ചതിച്ചത് എന്നൊക്കെ വിഷ്ണു ചോദിക്കുന്നുണ്ട്. ഇത് ഇവൻ്റെ കാറിൽ വെച്ച പണമാണ്, ഇത് ഇവൻ തന്നെ എടുത്ത് ഇവിടെ കൊണ്ട് വെച്ചതാ എന്നിങ്ങനെ അറിയാതെ പെട്ടെന്ന് ജോണിൻ്റെ വായിൽ നിന്ന് വീഴുന്നുണ്ട്. അപ്പോൾ വിഷ്ണു ചോദിക്കുക, കാറിൽ വെച്ച പണമോ, ആര് വെച്ച പണം, ആരുടെ പണം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ജോണിൻ്റെ വായിൽ നിന്ന് അബദ്ധത്തിൽ വീണും പോയി, പിന്നീട് ഒന്നും പറയാനും വയ്യ. അവനങ്ങനെ ആകെ പേടിച്ച് മിണ്ടാൻ നിൽക്കുവാണ്. ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടതുപോലായി ജോണിങ്ങനെ ആകെ അന്തം വിട്ടിങ്ങനെ നാണിച്ച് നിൽക്കുക. ശാലിനിക്ക് അപ്പോഴാണ് കാര്യങ്ങൾ എന്തൊക്കെയോ മനസ്സിലാകുന്നുണ്ട്. സാറന്മാരെ അപ്പോൾ തെളിവ് വേണമെന്ന് പറഞ്ഞ് ഞാൻ നാട്ടെ നിങ്ങൾക്ക് തെളിവ് തന്ന്, ഇനി നിങ്ങൾ എന്ത് വേണമെന്ന് വെച്ചാൽ ചെയ്യും എന്നൊക്കെ വിഷ്ണു പറയുക. അപ്പോൾ അവർക്ക് ഒന്നും ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോഴാ വിജിലൻസ് ഓഫീസർ പറയുന്നു, മിസ്റ്റർ ജോൺ നിങ്ങളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ അവനിങ്ങനെ അന്തം വിട്ട് കുന്തം വിഴുങ്ങി നിൽക്കുക. സാറെ കൊണ്ടുപോകല്ലേ, ഒരു മിനിറ്റ്, എനിക്ക് ആ ജോൺ സാറിനോട് ഒരു കാര്യം പറയാനുണ്ട് എന്നും പറഞ്ഞ് വിഷ്ണു ജോണിൻ്റെ അടുത്തോട്ട് ചെന്നിട്ട് പറയുക. നീ എന്നാ സാറിനെ കാണുന്നെന്നൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ സാറേ, പണ്ടൊക്കെ പണിക്ക് പിന്നെന്നായിരുന്നു, പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല, പണി സ്പോട്ടിൽ കിട്ടും, സാറ് പോയിട്ട് വാ, എന്നിട്ട് അടുത്ത അംഗമൊക്കെ ഇനി സാറ് വന്നിട്ട് നമുക്ക് തുടങ്ങാം. ജോണിനെ ഇങ്ങനെ കളിയാക്കി പറയുന്നുണ്ട് വിഷ്ണു. പക്ഷേ ജോണിനൊന്നും പറയാൻ പറ്റുന്നില്ലല്ലോ. അങ്ങനെ വിജിലൻസുകാർ താണ്ട ജോണിനെയും കൊണ്ടുപോയി. വിഷ്ണുവിനെ പിടിച്ചുകൊണ്ട് പോകാൻ വന്ന വിജിലൻസുകാർ ജോണിനെയും കൊണ്ട് പോയിരിക്കുകയാണ്. അങ്ങനെ അവരെല്ലാവരുടെ പുറത്തോട്ട് പോകുമ്പോൾ നമ്മുടെ വിഷ്ണുവും ശാലിനിയും മാത്രമാണ് ആ ക്യാബിൽ നിൽക്കുന്നത്. അപ്പോൾ ശാലിനി വിഷ്ണുവിനോട് ചിരിച്ചോട് ചോദിക്കുന്നു, ഇതെങ്ങനെ സാധിച്ചു? അതെ, ഇത് വിഷ്ണുവാണ്, എല്ലാം വിഷ്ണുമയം. അപ്പോൾ കാര്യങ്ങളൊക്കെ വിഷ്ണു അങ്ങനെ ശാലിനിക്ക് പറഞ്ഞു കൊടുക്കുക. തലേ ദിവസം ബാറിൽ വെച്ച് നമ്മുടെ കമലൻ അവിടെ കുടിക്കാൻ നിൽക്കുമ്പോൾ ADM ജോണും ആ ഫ്ലാറ്റിൻ്റെ കാര്യത്തെക്കുറിച്ച് ശാലിനിയോട് സംസാരിക്കാമെന്ന ആ ജില്ലാ പ്രസിഡൻറ്റും കൂടി സംസാരിക്കുവാണ്. ശാലിനിയും വിഷ്ണുവിനെയും ഒതുക്കാനുള്ള കാര്യങ്ങളൊക്കെയാണ് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യമൊക്കെ കമലിന് ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല. കളക്ടർക്ക് നല്ല പണി കൊടുക്കണം എന്നൊക്കെ അവർ സംസാരിക്കുന്നുണ്ട്. എന്നേക്കുമായി അവളെ ആ കസേരയിൽ നിന്ന് ഇറക്കണം എന്നൊക്കെ അവരിങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ട് പറയുവാണ്. അവളെയും കൂടെ തെറ്റിപ്പിരിപ്പിച്ച് അവരുടെ കുടുംബജീവിതം തന്നെ താറുമാറാക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അത്രയ്ക്ക് വാശി എനിക്ക് അവരോട് രണ്ടുപേരോടും ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ ADM ജോൺ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോഴാ ജില്ലാ പ്രസിഡന്റ് പറയുന്നുണ്ട്, എന്തായാലും എൻ്റെ ഫ്ലാറ്റിന് അനുമതി കിട്ടത്തില്ല, അതുകൊണ്ട് അവൾ മാറിയെങ്കിൽ മാത്രമേ അത് എങ്ങനെയെങ്കിലും സാധിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ അയാളും പറയുവാണ്. സാർ അതിനൊന്നുകൊണ്ടും പേടിക്കണ്ട, എൻ്റെ കൂടൊപ്പം നിന്നാൽ മതി. അപ്പോൾ ആ ജില്ലാ പ്രസിഡന്റ് പറയുന്നുണ്ട്, സാറേ IAS എന്നുള്ള 3 അക്ഷരത്തോടാണ് കളിക്കുന്നത്. അതെനിക്കറിയില്ലേ, അത് അറിയാവുന്നവൻ തന്നെയാണല്ലോ ഈ പണി കൊടുക്കാൻ പോകുന്നത്, അപ്പോൾ വേറെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്നിങ്ങനെ ADM ജോൺ പറയുവാണ്. നിങ്ങളിങ്ങനെ വെള്ളം അടിച്ചുകൊണ്ടിരിക്കുന്നതല്ലാതെ നിങ്ങൾ എന്തോ പ്ലാൻ വെച്ചിരിക്കുന്നത്, ആ പ്ലാൻ എന്താണെന്ന് ഇതുവരെ നിങ്ങൾ പറഞ്ഞില്ലല്ലോ. അപ്പോൾ കമലൻ തിരിഞ്ഞു നോക്കുമ്പോൾ ADM
ജോൺ അവിടെ നിന്ന് സംസാരിക്കുക. ആശാനെ ഏട്ടത്തിയമ്മയെ കുറിച്ചാണല്ലോ ഇവർ പറയുന്നത്. അപ്പോൾ കടുവയെ കിടുവ പിടിച്ച കഥയാണല്ലോ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോഴിതെന്തായാലും ഒന്ന് കാണുകയും കേൾക്കുകയും വേണമല്ലോ, എന്താ ഒരു വഴി എന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് കമലൻ കയ്യിൽ നിന്ന് ഫോൺ എടുത്തുകൊണ്ട് ഇവർക്ക് മാറി ഓപ്പോസിറ്റ് സൈഡിൽ ഇരുന്നുകൊണ്ട് ഇവർ പറയുന്നതെല്ലാം അങ്ങോട്ട് വീഡിയോ എടുക്കുകയും റെക്കോർഡ് ചെയ്യുകയും ചെയ്യുവാണ്. താനിതൊരു ഐഡിയ പറഞ്ഞില്ലല്ലോ എന്ന് പറയുമ്പോൾ ഇതൊക്കെ രാജാക്കന്മാർ മുൻപ് നടത്തിക്കൊണ്ടിരുന്ന ഐഡിയ എന്നൊക്കെ പറഞ്ഞ ഒരു കാര്യങ്ങൾ പറയുവാണ്. ശാലിനിയെയും വിഷ്ണുവിനെയും എങ്ങനെയൊക്കെ നാറ്റിക്കാവോ, എങ്ങനെയൊക്കെ തറപറ്റിക്കാവോ, ആ ഒരൊറ്റ ചിന്തയിലാണ് ADM ജോൺ. അതിനെക്കുറിച്ചുള്ള സംസാരങ്ങളാണ് അവൻ സംസാരിക്കുന്നത് മൊത്തം. അപ്പോൾ ആ ജില്ലാ പ്രസിഡന്റ് വീണ്ടും ചോദിക്കുന്നു, നിങ്ങൾ പ്ലാൻ പറഞ്ഞില്ലല്ലോ, അതെന്താന്ന് വെച്ചാൽ പറഞ്ഞു കേട്ടിട്ട് വേണം മനസമാധാനത്തോടെ ഉറങ്ങാനെങ്കിലും പറ്റുമോ നോക്കാൻ. എന്നാ കേട്ടോ, കാത് കൂർപ്പിച്ച് കേട്ടോ എന്നും പറഞ്ഞ് ജോൺ ആ കാര്യങ്ങളൊക്കെ അയാളോട് പറയുവാണ്. ഒരമ്മയും അങ്ങനെ ഏർപ്പാടുണ്ടാക്കിയതും അവർ പൈസ കൊണ്ടുവന്ന് വിഷ്ണുവിൻ്റെ കയ്യിൽ കൊടുക്കുന്നതും വിഷ്ണുവിനെ അങ്ങനെ പൈസയായിട്ട് അറസ്റ്റ് ചെയ്യിക്കുന്നതൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്. ഇതൊക്കെ നമ്മുടെ കമലൻ വിഷ്ണുവിനോട് പറഞ്ഞ് അങ്ങനെയാണ് സംഭവം എന്നൊക്കെ വിഷ്ണു ശാലിനിയോട് പറയുവാണ്. ഇപ്പോഴെങ്ങനെയുണ്ട്? ഞാൻ ഈ കളക്ടറെ ഡ്രൈവറായിട്ട് വന്നപ്പോൾ ആദ്യം വലിയ പുണ്യമായിരുന്നല്ലോ, ഇപ്പോൾ ഞാൻ ഡ്രൈവറായിട്ട് കൂടിയതിൻ്റെ ഉപകാരം മനസ്സിലായോ? കളക്ടറമ്മ ഏതായാലും ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ. ശാലിനി വലിയ അഭിമാനത്തോടെയും സന്തോഷത്തോടെയും ഇങ്ങനെ വിഷ്ണുവിനെ തന്നെ നോക്കി നിൽക്കുവാണ്. അയ്യോ, ഞാൻ ആ ADMനെ കൊണ്ടുവന്ന കണ്ടില്ല, ആ വിജിലൻസ് കൊണ്ടുവന്ന് എനിക്കൊന്ന് കാണണം എന്നും പറഞ്ഞ് വിഷ്ണു ഓടിപ്പോയി നോക്കുവാണ്. ADM ജോണാണെങ്കിൽ ഇങ്ങനെ വിഷ്ണുവിനെ നോക്കി ദേഷ്യപ്പെട്ടുകൊണ്ടാണ് പോകുന്നത്. വിഷ്ണുവാണെങ്കിൽ വളരെ കൂളായിട്ട് ആ തൈലവും കുപ്പി ഇങ്ങനെ കറക്കി കാണിക്കുന്നുണ്ട്. ഈ സമയം സത്യാമ്മയാണെങ്കിൽ പലഹാരങ്ങളൊക്കെ വിൽക്കാനായിട്ട് ഇറങ്ങിയിരിക്കുക. ഇന്നാണെങ്കിൽ പൊന്നിയും വന്നിട്ടില്ല, സത്യാമ്മ മാത്രമേ ഉള്ളൂ. അങ്ങനെ പലഹാരം നിറച്ച ബാഗുമായിട്ട് റോഡിൻ്റെ സൈഡിൽ കൂടി ഇങ്ങനെ നടന്നു വരുമ്പോൾ ഒരു വീടിൻ്റെ വാതിക്കൽ ഒരു സ്ത്രീ നിന്ന് അടിച്ചു വാരി തൂക്കുന്നുണ്ട്. സത്യാമ്മ ആ വീട്ടോട്ട് കയറി ചെന്നിട്ട് പറയുന്നത്, ഞാൻ പലഹാരങ്ങൾ വിൽക്കാൻ വേണ്ടി വന്നതാണെന്ന്. ആ സ്ത്രീ അവിടുത്തെ സെർവൻ്റ് ആണെന്ന് തോന്നുന്നുണ്ട്. ഇവിടെ വേണ്ട ഈ പലഹാരങ്ങളൊക്കെ എന്നൊക്കെ ആ സ്ത്രീ പറയുന്നത്. ഇത് വീട്ടിലുണ്ടാക്കുന്ന ശുദ്ധമായ വെളിച്ചെണ്ണയിലുണ്ടാക്കിയ പലഹാരമാണ് എന്നൊക്കെ നമ്മുടെ സത്യാമ്മ പറയുന്നുണ്ട്. ഒന്നും വേണ്ടാന്നല്ലേ പറഞ്ഞത്, ഇവിടുത്തെ സാറും മേഡോ ഒന്നും ഇല്ല, എന്നെ വെറുതെ വഴക്ക് കേൾപ്പിക്കല്ലേ, നിങ്ങൾ ഇവിടുന്ന് പൊയ്ക്കോ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ഒരു കാർ അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ ആ കാറിൽ നിന്ന് ആദ്യം ഇറങ്ങുന്നത് നമ്മുടെ ഡോക്ടർ ധന്യയാണ്. അത് കണ്ടിട്ട് സത്യാമ്മ ഡോക്ടർ എന്നിങ്ങനെ പറയുവാണ്. സത്യാമ്മ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ധന്യ ഡോക്ടർ അവിടെ. ഡോക്ടർ ഇങ്ങനെ ആകെ ഒന്ന് പതറി നിൽക്കുവാണ്. അപ്പോൾ സാബു വർഗീസ് സാറാണ് ഇറങ്ങി വരുന്നത്. അപ്പോഴാണ് മനസ്സിലായത് സാബു വർഗീസ് സാറിൻ്റെ ഭാര്യയാണ് ഈ ഡോക്ടറെന്ന്. അങ്ങനെ സാബു വർഗീസ് സത്യാമ്മയെ കണ്ടിട്ട് ചോദിക്കും, അല്ല ഇതാര് സത്യഭാമയോ? അപ്പോൾ നമ്മുടെ സത്യാമ്മ പറയുന്നുണ്ട്, അയ്യോ ഇത് സാറിൻ്റെ വീടാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു, ഇതെൻ്റെ ഭാര്യയാണ് ഡോക്ടർ ധന്യ, സിറ്റി ഹോസ്പിറ്റലിലെ ഡോക്ടറാ എന്നൊക്കെ സാബു വർഗീസ് പറയുന്നുണ്ട് സത്യാമ്മയോട്. ഇത് സത്യഭാമയാണെന്ന് ഡോക്ടറെയും പരിചയപ്പെടുത്തുന്നുണ്ട്. അറിയാമെന്ന് ധന്യ ഡോക്ടറും പറയുന്നുണ്ട്. സത്യാമ്മ അപ്പോൾ പറയുന്നത്, ഞാൻ കഴിഞ്ഞ ദിവസം ഹോസ്പിറ്റലിൽ ഡോക്ടറെ കാണാൻ വന്നിരുന്നു, തിരക്കായതുകൊണ്ട് കാണാൻ പറ്റിയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അതിനെന്താ ഇപ്പം സംസാരിക്കാമല്ലോ എന്നിങ്ങനെ സാബു വർഗീസ് സാർ പറയുന്നുണ്ട്. സത്യാമ്മ അകത്തോട്ട് വരൂ എന്നൊക്കെ പറയുന്നുണ്ട്. ഡോക്ടറാണെ ആകെ ഇങ്ങനെ ഒരു വല്ലാത്തൊരു വെപ്രാളത്തിൽ നിൽക്കുന്നുണ്ട്. അങ്ങനെ അവരെല്ലാവരും അകത്തോട്ട് വരുവാണ്. അപ്പോൾ സെർവൻറ്റിനോട് കുടിക്കാൻ എടുക്കാനൊക്കെ പറയുന്നുണ്ട് സാബു വർഗീസ്. അയ്യോ അതൊന്നും വേണ്ട എന്നിങ്ങനെ സത്യാമ്മ പറയുന്നു. അതൊന്നും പറ്റില്ല, പലഹാര പാക്കറ്റ് കൊണ്ട് നടക്കുന്ന ആളാണെന്നും വിചാരിക്കരുത്, നമ്മുടെ ഫുഡ് കോമ്പറ്റീഷനിൽ ഫസ്റ്റ് വാങ്ങിച്ച ആളാണ് എന്നൊക്കെ ധന്യ ഡോക്ടറോട് പറയുന്നുണ്ട്. സത്യാമ്മ അപ്പോൾ ധന്യ ഡോക്ടറോട് പറയുന്നു, ഞാൻ വന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യം ചോദിച്ചറിയാനായിരുന്നു എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സാബു വർഗീസിനൊരു ഫോൺ വരുന്നു. അതിനെന്താ, നിങ്ങൾ കാര്യങ്ങൾ സംസാരിക്കുക, എനിക്കൊരു അർജൻറ്റ് കോളുണ്ട് എന്നും പറഞ്ഞ് സാബു വർഗീസ് അങ്ങ് പുറത്തോട്ട് ഇറങ്ങി പോവുകയാണ്. എന്നിട്ട് സത്യാമ്മ ഇങ്ങനെ ഡോക്ടറെ നോക്കുവാണ്. ഡോക്ടറും സത്യാമ്മയെ തന്നെ നോക്കുക. ഡോക്ടർക്കറിയാം സത്യാമ്മ എന്താണ് ചോദിക്കാൻ വന്നതെന്ന്. സത്യാമ്മയുടെ ചോദ്യത്തിന് എന്താണ് ഉത്തരം പറയേണ്ടതെന്ന് ഇങ്ങനെ ആലോചിക്കുവാണ്. അപ്പോൾ ഫ്രണ്ട്സ്, സത്യാമ്മ ഇപ്പോൾ ഡോക്ടറോട് ചോദിക്കും, സത്യ ആരുടെ മകളാണ്, ശാലിനി പ്രസവിച്ചതാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇനിയും മറച്ചു വെക്കുന്നത് ശരിയല്ലെന്ന് ധന്യ ഡോക്ടർക്ക് തോന്നിയിട്ട് ധന്യ ഡോക്ടർ തന്നെയുള്ള സത്യം എല്ലാം പറയും. അപ്പോൾ ഇത്രയും നാളും സത്യമോളോടും ശാലിനിയോടും കാണിച്ച ക്രൂരതയ്ക്ക് പരിഹാരങ്ങളായിട്ട് എന്തൊക്കെയാണ് സത്യാമ്മ ചെയ്യാൻ പോകുന്നത് എന്നുള്ള റിവ്യൂമായി നമുക്ക് നാളെ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.